എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധിക്കെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. എനിക്കിപ്പോൾ വന്നൊരു സന്ദേശം നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള BJP നേതാവ് എനിക്ക് അയച്ച സന്ദേശം എന്ന് പറയുന്നത്, അവിടെ ഉപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശാഖയിൽ ഈ പറയുന്ന പ്രതിനിധിയാണ് CPMന്റെ പ്രതിനിധിയും പോയി പങ്കെടുക്കുകയും RSSന്റെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ പ്രവർത്തകർ ഇപ്പൊ എന്നെ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അത് അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം, അതെന്റെ പ്രശ്നമേ അല്ല. ഇവിടെ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ RSSന്റെ ശാഖയിൽ പല കാലങ്ങൾ വന്നിട്ട്, കാരണം ഇതൊരു ഓപ്പൺ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇവരുടേതുപോലെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നോവ മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വിടില്ല, 51 വെട്ടി ആരെയും കൊല്ലാനും പോകുന്നില്ല. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഈ രാജ്യത്തെ നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ, മനോരമ ന്യൂസിൽ ഉൾപ്പെടെ ശ്രീ ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെ, ജേക്കബ് തോമസ് ഉൾപ്പെടെ എത്രയോ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ, ഹിന്ദു മതവിഭാഗത്തിൽ പെടാത്ത ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ചരിത്ര വസ്തുവായിട്ട് മുന്നിലുണ്ടല്ലോ. ഞാൻ വിനോബാ ഭാവയോ അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനോ ഒന്നും പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേളപ്പജി അദ്ദേഹം അവസാന കാലത്ത് ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നില്ലേ? തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് ഓർമ്മയില്ലേ? മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്ത് നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ. അതിലൊക്കെ കേളപ്പജി ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നു. ഈ സംഘത്തോടൊപ്പം ഈ രാജ്യത്തെ മഹാന്മാരായിട്ടുള്ള നിരവധി ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിങ്ങൾ നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ല സ്വരാജ്, ഞങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നത് വയനാട്ടിലെ മുട്ടിലും അട്ടപ്പാടിയിലെ മുക്കാലിയിലും ഒക്കെയാണ്. പാവങ്ങൾക്ക് 10 രൂപ പോലും കൊടുക്കേണ്ടി വരാതെ സൗജന്യമായി ചികിത്സ നടത്തുന്നു ആദിവാസി മേഖലകളിൽ. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഈ രാജ്യത്തെ ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ഒക്കെ ഏകൽ വിദ്യാലയങ്ങളായിട്ട് 50,000-ലധികം ഏകൽ വിദ്യാലയങ്ങളാണ് RSS നടത്തുന്നത്. നിങ്ങൾക്കറിയോ? 50,000-ലധികം. എവിടെയാ CPM ഉള്ളത്? ഈ രാജ്യത്ത് സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിലെ തന്നെ സേവാ സംഘടനകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒരു 30 സെക്കൻഡ് നിങ്ങൾ അവർക്ക് വിശദമായ സമയം, ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഇവര് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണല്ലോ. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം RSSന്റേതല്ലേ? അതായത് തൊഴിലാളികൾ പോലും നിങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ. ഭാരതീയ മസ്ദൂർ സംഘമല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം? ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ABVP അല്ലേ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജനൈതിക സംഘടന അത് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ? 1925-ൽ തുടങ്ങിയ RSS ഇന്ന് എവിടെ നിൽക്കുന്നു? 1925-ൽ തുടങ്ങിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതപ്പതിച്ച് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയത്. അല്ല, മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞൂടെ? പറയൂ. അല്ലല്ല, ഞാൻ അത് എടുത്തു ചോദിച്ചെന്നുള്ളൂ. കാരണം വ്യക്തിപരമായി താങ്കൾ അത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം, അതുൾപ്പെടെ പറയാം. ഞാനിവിടെ BJPയുടെ വക്താവിനൊക്കെ വന്നു ചേർന്ന ഒരു ഗതികേട് ആലോചിച്ചിട്ട് ഞാൻ കൃത്യവും വ്യക്തവും മലയാളം അറിയുന്ന സകലർക്കും മനസ്സിലാകും വിധവും ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളോട് ഒരക്ഷരമില്ലല്ലോ. ഈ പർവ്വതീകരിച്ച് പറഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ 2ാമത്തെ സർസംഘചാലക് എഴുതിയ, ഇന്നും പുണ്യപൂജനീയ ഗ്രന്ഥമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന വിചാരധാരയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എങ്ങനെ കണക്കാക്കി എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. മിണ്ടാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാം. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഗോമൂത്രം പോലെ. മുഖ്യമന്ത്രി പിണറായി പ്രസ് നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ജന്മഭൂമിയുടെ ലേഖകൻ ഇന്ന് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ചോദിക്കാം. അധികാരത്തിൽ വന്നിട്ട് പത്രക്കാരെ നേർക്കുനേരെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള നട്ടല് കാണിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശിഷ്യനാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പത്രലേഖകരെ അഭിമുഖീകരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ. ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചത്, അങ്ങ് പറഞ്ഞതിൻ്റെ വങ്കത്തരം മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാ. അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധി വധത്തിൽ എന്ത് പങ്കാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ? ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു. ഈ ഗാന്ധി വധം നടന്നതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മഹാസഭയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഹിന്ദു മഹാസഭക്കാരൻ എന്ന നിലയിലല്ല മത്സരിച്ചത്. അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ഒരു ന്യായാധിപനായ പൊതുസ്വീകാര്യനായ ഒരാൾ അവിടെ മത്സരിച്ചപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം 1-2 തെരഞ്ഞെടുപ്പിലല്ല മത്സരിച്ചത്, പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിന്തുണ കൊടുത്തത്. അത് തന്നെയാണ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറഞ്ഞത്. പിന്നെ അതിനിടയിൽ ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആൾ സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറു തെളിയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി. എന്താണ് ഭീഷണി? ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു, ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന. അതെ, ആ വിരട്ടലിന് വേറെ ആളെ നോക്കണം. നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട്. ഇത് വേറെ പാർട്ടിയാ കേട്ടോ, അത് കയ്യിൽ വെച്ചാൽ മതി.
ഞാൻ ഓർക്കുന്നു ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു 2 വരി പോസ്റ്റ് ഇട്ടപ്പോൾ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി. ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു എന്ന്. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CPM-മാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ, അങ്ങനെ തുമ്മിയാത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മെസ്സേജ് ആരും അയച്ചു പോലും. എൻ്റെ നാട്ടിൽ ഉപ്പുകുളം എന്ന സ്ഥലത്ത് ഒരു ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന്. മര്യാദ വേണ്ടേ ഒരു ചർച്ചയിൽ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ? ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണ ബോധ്യം വേണ്ടേ? എന്നിട്ട് പറയാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ശരിയാണോ എന്നറിയില്ല, പിന്നെ പറയാൻ പാടുണ്ടോ? ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പറയാണ്, ഉപ്പുകുളം എന്നൊരു നാടേ ഇല്ല എൻ്റെ നാട്ടിൽ. വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞ് നിങ്ങൾ കേട്ടപ്പോൾ തെറ്റിയതായിരിക്കും. ഇനി ഏത് കുളമായാലും വേണ്ടില്ല, ഉപ്പായാലും വേണ്ടില്ല, എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുടിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിദ്യാസുരന്മാർ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതും എടുത്ത് തലയിൽ വെച്ച് നടക്കരുത്.